ഇടുക്കി തൊടുപുഴയിൽ ഒരു പോലീസുകാരൻ സൈക്കിൾ മോഷ്ടിച്ചതായി പരാതി. മുട്ടം കോടതി തൊണ്ടി മുതലായി തൊടുപുഴ പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിച്ച സൈക്കിളാണ് മോഷണം പോയത്. ഉടമ സൈക്കിൾ തിരികെ വാങ്ങാൻ എത്തിയപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത്. സുബിൻ തോമസ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. സുബിൻ, അപ്പോൾ ഈ സൈക്കിൾ വളരെ ഏറ്റവും സേഫായിരിക്കുന്ന ഒരു ഇടം എന്ന് കരുതുന്ന ഇടമാണല്ലോ ഈ പോലീസ് സ്റ്റേഷൻ. അവിടെ തൊണ്ടി മുതലായി സൂക്ഷിച്ചു വെച്ചിരിക്കുന്നതാണ്. അത് തിരികെ വാങ്ങാൻ വരുമ്പോഴാണ് പോലീസുകാരൻ തന്നെ മോഷ്ടിച്ചു കൊണ്ടുപോയി എന്ന് അറിയുന്നത്. എന്താണ് സംഭവിക്കുന്നത്? ഈ കഴിഞ്ഞ 5-ാം തീയതിയാണ് ഇത്തരത്തിലൊരു സംഭവം നടക്കുന്നത്. മെയ് മാസം 5-ാം തീയതി തൊടുപുഴ പോലീസ് സ്റ്റേഷനിൽ മുട്ടം കോടതി സൂക്ഷിക്കാൻ ഏൽപ്പിച്ചിരുന്ന തൊണ്ടി മുതലാണ് വില കൂടിയ ഒരു സ്പോർട്സ് സൈക്കിൾ. ഏകദേശം 17,000 രൂപ വില വരുന്ന ഒരു സ്പോർട്സ് സൈക്കിളാണ്. ഈ സ്പോർട്സ് സൈക്കിൾ തൊടുപുഴ പോലീസ് സ്റ്റേഷനിലാണ് സൂക്ഷിച്ചിരുന്നത്. ഈ തൊടുപുഴ മേഖലയിലെ ഒരു വ്യക്തിയുടെ വീട്ടിൽ നിന്ന് ഈ സൈക്കിളും ഏകദേശം കുറേയധികം മുട്ടുപാലുകളും മോഷണം പോയിരുന്നു. ഇതിനുശേഷം നടത്തിയ അന്വേഷണത്തിൽ ഈ സൈക്കിൾ മുട്ടുപാലും കണ്ടെത്തുകയും കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തു. തുടർന്നാണ് കോടതി ഈ സൈക്കിൾ തൊടുപുഴ പോലീസിനെ ഏൽപ്പിച്ചത് സൂക്ഷിക്കാൻ വേണ്ടി. ഇവിടെ വെച്ചാണ് ഈ ഒരു സൈക്കിൾ മോഷണം പോകുന്നത്. ഇത് തൊടുപുഴ ഡിവൈഎസ്പി ഓഫീസിലെ തന്നെ ഒരു മുതിർന്ന ഉദ്യോഗസ്ഥൻ, ഒരു വലിയ ഒരു ഉദ്യോഗസ്ഥൻ തന്നെയാണ്, അതായത് നിരവധി സർവീസുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെയാണ് മോഷ്ടിച്ച് കടത്തിയത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തൊടുപുഴ അവിടെ നിന്നും ഈ മെയ് 5-ാം തീയതി രാത്രിയോടുകൂടി ഈ ഒരു വാഹനത്തിൽ, ഒരു കാറിൽ ഈ ഒരു സൈക്കിൾ കയറ്റിക്കൊണ്ട് പോകുന്നതായാണ് CCTV ദൃശ്യങ്ങളിൽ പതിഞ്ഞിട്ടുള്ളത് എന്നുള്ളതാണ് നമുക്ക് സൂചന. അതിനുശേഷം 24-ാം തീയതിയോടുകൂടി ഈ ഒരു സൈക്കിൾ തിരികെ വാങ്ങുന്നതിനായി കോടതി ഉത്തരവിനെ തുടർന്ന് ഈ ഉടമ പോലീസ് സ്റ്റേഷനിൽ എത്തിയപ്പോഴാണ് ഈ സൈക്കിൾ കാണാനില്ല എന്നുള്ള വിവരം അറിയുന്നത്. തുടർന്ന് അന്വേഷണം നടത്തുന്നു. CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചതിൽ നിന്നാണ് ഇത്തരത്തിൽ ഈ പോലീസ് ഉദ്യോഗസ്ഥൻ വാഹനത്തിൽ ഈ ഒരു സൈക്കിൾ കയറ്റി കൊണ്ടുപോകുന്നതിന്റെ ദൃശ്യങ്ങൾ ലഭിച്ചത് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അത്തരത്തിൽ തുടർന്ന് ഇയാളെ വിളിച്ച് കാര്യങ്ങൾ അന്വേഷിച്ചപ്പോൾ ഈ സൈക്കിൾ തിരികെ എത്തിക്കുകയും ഈ ഉടമയ്ക്ക് തിരികെ കൊടുത്തുവിടുകയും ചെയ്തു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നുള്ളത്, ഇത്തരത്തിൽ ഈ പോലീസ് ഉദ്യോഗസ്ഥന്റെ ഭാഗത്തുനിന്ന് ഗുരുതര വീഴ്ച ഉണ്ടായി അല്ലെങ്കിൽ ഇത്തരത്തിൽ മോഷണം നടന്നുവെന്ന് കണ്ടിട്ടും ഈ ഉദ്യോഗസ്ഥനെതിരെ നടപടിയെടുക്കാൻ ഇതുവരെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ ജില്ലാ പോലീസ് മേധാവിയോ ഡിവൈഎസ്പിയോ തയ്യാറായിട്ടില്ല എന്നുള്ളൊരു ആരോപണമാണ് പ്രധാനമായും ഉയരുന്നത്. ഇതിൽ എടുത്തു പറയുന്ന ഒരു കാര്യം എന്നുള്ളത്, പോലീസ് ഉദ്യോഗസ്ഥർ നൽകുന്ന വിവരം, ഡിവൈഎസ്പി നൽകുന്ന ഒരു വിശദീകരണം, ഈ മെയ് 5-ാം തീയതി ഒരു പോലീസ് അസോസിയേഷൻ്റെ ഒരു പ്രോഗ്രാം ഈ സ്റ്റേഷനിൽ വെച്ച് നടക്കുന്നുണ്ടായിരുന്നു. അതിന്റെ ഭാഗമായി ക്ലീനിങ്ങിന് എന്നോണമാണ് ഈ ഒരു സൈക്കിൾ അവിടെ നിന്ന് എടുത്ത് മാറ്റിയത്. മറ്റൊരു സ്ഥലത്തേക്ക്, കോമ്പൗണ്ടിനുള്ളിൽ തന്നെ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റാനാണ് തീരുമാനിച്ചിരുന്നത്. പക്ഷേ ഈ വാഹനത്തിനുള്ളിൽ ഈ ഒരു സൈക്കിൾ കയറ്റി വെച്ചതിന് ശേഷം ഈ പോലീസ് ഉദ്യോഗസ്ഥൻ ഇക്കാര്യം മറന്നു പോവുകയും വാഹനം പുറത്തേക്ക് കൊണ്ടുപോവുകയുമായിരുന്നു. ഇതിനുശേഷം പുറത്തൊരിടത്താണ് ഈ സാധനം സൂക്ഷിച്ചത്. പിന്നീട് ഈ ഉടമ എത്തിയപ്പോഴാണ് ഈ സൈക്കിളിന്റെ കാര്യം ഓർമ്മ വരുന്നത് എന്നുള്ള കാര്യമാണ് ഈ ഉദ്യോഗസ്ഥർ നൽകുന്ന വിശദീകരണം. അത്തരത്തിലൊരു ഓർമ്മപ്പിശക്ക് പറ്റിയതാണ് എന്നുള്ളൊരു വിശദീകരണമാണ് ഈ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നൽകുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് നിലവിൽ ഇപ്പോൾ തൊടുപുഴ പോലീസ് സ്റ്റേഷനിൽ കേസ് അന്വേഷണം നടക്കുന്നുണ്ട്. കൂടാതെ സ്പെഷ്യൽ ബ്രാഞ്ചും രഹസ്യാന്വേഷണ വിഭാഗം എല്ലാം തന്നെ ഇത്തരത്തിൽ സ്പെഷ്യൽ ബ്രാഞ്ചും അന്വേഷണം നടത്തുന്നുണ്ട്. ഇതിൽ ഒരു പ്രധാനമായും ഇവർ നൽകുന്ന വിശദീകരണം ഞാനിപ്പോൾ മുമ്പ് പറഞ്ഞതാണ്. ഈ പരിപാടിയുടെ ഭാഗമായി ഇത്തരത്തിൽ സൈക്കിൾ മാറ്റുകയുണ്ടായി. അബദ്ധത്തിൽ വാഹനത്തിനുള്ളിൽ വെച്ച് ഇയാൾ ഇത് പുറത്തേക്ക് കൊണ്ടുപോയി ശേഷം തിരികെ കൊടുത്തു എന്നുള്ളൊരു വിശദീകരണമാണ് എന്തായാലും പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് നൽകുന്നത്. അതേസമയം ഈ സാധനം മോഷ്ടിക്കപ്പെട്ട് കൊണ്ടുപോയതാണ് അല്ലെങ്കിൽ രാത്രിയിൽ മോഷ്ടിച്ച് കൊണ്ടുപോയതാണ് എന്നുള്ളൊരു ഒരു ആരോപണമാണ് ഈ സേനയ്ക്കുള്ളിൽ നിന്ന് തന്നെ ഉയരുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. നമുക്കറിയാം, പോലീസ് സേനയ്ക്ക് ഒന്നാകെ ഒരു നാണക്കേടുണ്ടാക്കുന്ന ഒരു സംഭവമാണ് തൊടുപുഴയിൽ ഉണ്ടായിട്ടുള്ളത്. മുമ്പ് ഈ മുണ്ടക്കൈ മേഖലയിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ മാങ്ങ മോഷ്ടിച്ചതുമായി ബന്ധപ്പെട്ട് വലിയ നാണക്കേട് ഈ ഒരു പോലീസ് സേനയ്ക്ക് ഉണ്ടായിരുന്നു. അന്ന് ഇതേ ഡിവൈഎസ്പി തന്നെയാണ് ഈ ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്യുന്ന ഒരു നടപടിയിലേക്ക് വരെ എത്തുന്നത്. പക്ഷേ ഇവിടെ ഈ ഒരു ഉദ്യോഗസ്ഥനെ സംരക്ഷിക്കുന്ന നിലപാടാണ് ഈ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ സ്വീകരിക്കുന്നത് എന്നുള്ളൊരു ആരോപണമാണ് പ്രധാനമായും ഉയരുന്നത്. ശരി സുബിൻ, ഏതായാലും അത് വലിയ നാണക്കേടായിപ്പോയി പോലീസിന് എന്ന കാര്യത്തിൽ തർക്കമില്ല. തൊണ്ടി മുതലാണ് പോലീസുകാരനെ തന്നെ മോഷ്ടിച്ചുകൊണ്ട് പോയ സാഹചര്യം ഉണ്ടായിരിക്കുന്നത്.